ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഡേ 6 ഓഫ് ക്ലാൻ വാർ ലീഗാണ് നമ്മളിനി കളിക്കാൻ പോകുന്നത്. നമുക്ക് ഇനി ഒരു ഡേയും കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡേ 5ൻ്റെ റിസൾട്ട് കാണണ്ടേ നിങ്ങൾക്ക്? വെയിറ്റ് ആൻഡ് സീ ഗൈസ്. നമ്മൾ 45 സ്റ്റാർസ് എടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത അറ്റാക്കായി പോയി കേട്ടോ. 45 സ്റ്റാർ എടുത്ത് അവന്മാർ കരഞ്ഞോണ്ട് ഓടി കളഞ്ഞു. ഇനി നമ്മുടെ ഡേ 6ൽ അറ്റാക്ക് നമുക്ക് കുറച്ച് ടാസ്ക്കാണ്. സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ചില അക്കൗണ്ടിലൊന്നും ഹീറോ പോർഷൻസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഫുള്ളും ടൗൺ ഹാൾസ് 18ഒക്കെയാണ്, അത്യാവശ്യം മാക്സ് ബേസുമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പെടാൻ ചാൻസ് ഉണ്ട്. ബട്ട് കുഴപ്പമില്ല, നമുക്ക് നേരെ തന്നെ വെറുപ്പിക്കാതെ തന്നെ ഫസ്റ്റ് അറ്റാക്ക് കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ട്രൂപ്സ് എടുത്തേക്കണേ. കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഗൈസ്. നമ്മളെന്തായാലും നേരെ തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ വരണ വഴി വെച്ച് കാണാം. ബേസ് കുറച്ച് ആണ്, ബട്ട് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് അറ്റാക്ക് ചെയ്യാം. സീൻ വരില്ല എന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ ഗ്രാൻഡ് വാർഡനെ നമുക്ക് ഇവിടെ ഇറക്കാം. എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഗ്രാൻഡ് വാർഡൻ ഈ ഏരിയയിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഫുൾ ബിൽഡിങ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്ര ബിൽഡിങ്സ് ഇല്ല. അപ്പോൾ ഗ്രാൻഡ് വാർഡൻ ഇവിടെ ഇറക്കണമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഫുൾ ഗ്രാൻഡ് വാർഡൻസ് ഇറക്കുന്നു. 2 ഫർണസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടുണ്ട്. സ്കാറ്റർ ഷോട്ടും ഫയർ സ്പിറ്ററൊക്കെ ഇങ്ങോട്ടൊക്കെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പിന്നെ ഡ്യൂക്ക് ഡ്രാഗൺ ഇട്ടാണ് അറ്റാക്ക് ചെയ്യണം. ക്ലാൻ കാസിൽ സിസിക്കകത്ത് ട്രൂപ്സ് ഉണ്ട്, അപ്പോൾ അതും കുറച്ച് ബാഡാണ്. നമുക്ക് നോക്കാം ഗൈസ്. നമ്മുടെ എല്ലാ ലക്ക് അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ അറ്റാക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഗ്രാൻഡ് വാർഡൻ ആ സ്കാറ്റർ ഷോട്ടൊക്കെ തീരുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ ലോക്ക് ലോഞ്ചറിനെ ഇറക്കണതായിരിക്കും. അതുവരെ നമുക്ക് ഗ്രാൻഡ് വാർഡൻ ഇട്ടൊന്ന് ഫോഴ്സ് ചെയ്യിപ്പിക്കാം. ഓക്കെ സീനില്ലാതെ അത്യാവശ്യം നമ്മുടെ ഗ്രാൻഡ് വാർഡൻ ഒന്ന് അടുത്ത അറ്റാക്കിൽ തീരുന്നു. ഓക്കെ, നമ്മുടെ ലോക്ക് ലോഞ്ചറിനെ ഇറക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഫുൾ ട്രോവേഴ്സ്, 4 ലൂൺസ്, അവിടെ ഒരു നടുക്കൊരു ടോട്ടം സ്പെൽ ഇട്ടിട്ടുണ്ട്. ക്വീൻ ഇവിടെ ഇറക്കി, ക്വീൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. റോയൽ ചമ്മനെ ഇറക്കിയിട്ടുണ്ട്. ഒരു ഹെഡ് ഹണ്ടർ നമ്മളിവിടെ ഇറക്കി. അവിടെ നടുക്ക് വീണ്ടും ഒരു ടോട്ടം സ്പെൽ ഇറക്കിയാണ് നമ്മൾ. ഓക്കെ ഇവിടെ ഒരു സീനും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് പോകുന്നുണ്ട്. ഇത്രയും നമ്മൾ റൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അവിടെ ഒരു ടോട്ടം സ്പെൽ ഇടുന്നു. ഇവിടെ ഒരു ടോട്ടം സ്പെൽ ഇടുന്നു. ഇവിടെ ഒരു പോയിസൺ ഇടുന്നു. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി വെറുതെ അടിച്ചു കൊടുക്കുന്നു. ആ ഏരിയ ഒന്ന് ഫ്രീസാക്കുന്നു. റോയൽ ചമ്മനെ നമ്മളിവിടെ ഇറക്കാം. ഓക്കെ, വീണ്ടും ഒരു ടോട്ടം സ്പെല്ല് നടുക്ക്. ഗൈസ്, നമ്മൾ നോക്കുന്നത് കുറച്ച് ടാസ്ക്കാണ് ഇവിടെ അറ്റാക്ക്. ഈ ഒരു ഓക്കെ സെറ്റ് നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തീർത്തിട്ടുണ്ട്. വീണ്ടും നടുക്കൊരു ടോട്ടം സ്പെല്ല് ഇറക്കുന്നു. ഇനി നമ്മൾ ഡ്യൂക്ക് ഡ്രാഗനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അറ്റാക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് അറ്റാക്ക് ചെയ്യാനാണ് പ്ലാൻ. ഇവിടെ ഒന്ന് ഫ്രീസ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ട്രൂപ്സ് എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. വാൾ കേറീസ് അങ്ങോട്ട് ഇറക്കുന്നു. 2 ബാക്കി ആർച്ചേഴ്സ്, ഫുൾ ആർച്ചേഴ്സ് എല്ലാവരും ഇറക്കിയിട്ടുണ്ട്. 2 ടോട്ടം സ്പെല്ലുണ്ട്. നമ്മൾ വെറുതെ ഇട്ട് കൊടുക്കുന്നു. ഗൈസ്, ഡ്യൂക്ക് ഡ്രാഗൻ ആവശ്യത്തിലേക്ക് നല്ല സെറ്റ് സാധനമാണ് കേട്ടോ, രക്ഷയില്ലാത്ത സാധനമാണ്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ട്രൂപ്സൊക്കെ അത്യാവശ്യം കുറേ ഉണ്ട്. നമ്മൾ ഈസി ആയിട്ട് തന്നെ ഫസ്റ്റ് ബേസ് പറയണ്ട തകർത്തു. ഓക്കെ ഗൈസ്, നമ്മൾ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അടുത്ത സെക്കൻഡ് ബേസിനെ കൊടുത്തിട്ടുണ്ട് അറ്റാക്ക്. അതും മാക്സ് ബേസാണ്. പക്ഷേ ഇതിൽ സ്കാറ്റർ ഷോട്ടൊക്കെ ഇങ്ങോട്ട് ഈ ഡയറക്ഷൻ. അപ്പം എന്തുകൊണ്ട് കംഫർട്ടബിൾ സോൺ ഇവിടെ ആയിരിക്കും ഗ്രാൻഡ് വാർഡൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് വാർഡൻ ഇവിടെ ഇറക്കുന്നു. ഹീലേഴ്സ് ഇറക്കുന്നു. 2 ഫർണസ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം സെറ്റായിട്ട് തന്നെ നമ്മുടെ ഗ്രാൻഡ് വാർഡൻ അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഇവിടെ ടോട്ടം സ്പെല്ലെന്ന് റിവെഞ്ച് ടവർ ഇവിടെയാണ് ഇരിക്കണം. ഞാൻ ആദ്യം അറ്റാക്ക് ഇവിടെയും തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ റിവെഞ്ച് ടവർ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ക്യൂവിനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കണമായിരിക്കും നല്ലത്. ക്ലാൻ കാസിൽ സിസിയും വരും. BCയിൽ കുറച്ച് അത്യാവശ്യം പണി കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ആ സ്കാറ്റർ ഷോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ ലോക്ക് ലോഞ്ചറിനെ ഇറക്കാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, സ്കാറ്റർ ഷോട്ടിന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സ്കാറ്റർ ഷോട്ട് 1 2 അടി അടിച്ചു. യെസ്, ഫുൾ ത്രോവേഴ്സ് നമ്മൾ ഇറക്കി. ലോക്ക് ലോഞ്ചർ, ത്രോവേഴ്സ്, ഒരു ടോട്ടം സ്പെല്ല്, 4 ലൂൺസ്. ക്വീൻ ഇവിടെ ഇറക്കുന്നു. ക്വീൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. റോയൽ ചാമ്പിൻ്റെ എബിലിറ്റിയാണ് ഞാൻ കൊടുത്തത്. അവിടെ ഒരു ടോട്ടം സ്പെല്ല് ഇടുന്നു. നടുക്കൊരു ടോട്ടം സ്പെല്ല് ഇടുന്നു. ഇവിടെ ഒരു പോയിസൺ ഇടുന്നു. വീണ്ടും ഒരു ടോട്ടം സ്പെല്ല് ഇടുന്നു. ഗൈസ്, അവിടെ ഒരു കുറച്ച് ബാഡാണല്ലോ. അത് അത്രയും നമ്മളൊന്ന് റൂട്ടപ്പ് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം കുറച്ച് ബാഡായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ടോട്ടം സ്പെല്ല് ഇടുന്നു. അവിടെ കുറച്ച് ബാഡാണെന്ന് പറഞ്ഞോ. ഡ്യൂക്ക് ഡ്രാഗൺ നമ്മളിവിടെ ഇറക്കുകയാണ് ഗൈസ്. ഒന്ന് ആ ഏരിയ ഒന്ന് ഫ്രീസ് ചെയ്യാം. ഓക്കെ, ബാഡടാ. ഡ്യൂക്ക് ഡ്രാഗനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ടോട്ടം സ്പെല്ല് ഇടുന്നുണ്ട്. ഇങ്ങോട്ട് നടുക്കൊരു ടോട്ടം സ്പെല്ല് ഇടുന്നുണ്ട്. അത്യാവശ്യം നല്ല ടാസ്ക് തന്നെയാണ്. ടാസ്ക് തന്നെ നമുക്കിതിന് പറയാം. ഓക്കെ, നടുക്കൊരു ടോട്ടം സ്പെല്ല് ഇടുന്നു. ഓക്കെ ഗൈസ്, ഇതിൽ ചാവണോ ചാവണ്ടയോ എന്ന് പറഞ്ഞിരിക്കുകയാണ്.
ഒരു ടോട്ടം സ്പെല്ലും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മളത് കുറച്ച് കെയർഫുള്ളായിട്ട് കളിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. വാൾ ബ്രേക്കർ ഇറക്കുന്നു, പക്ഷെ അവിടെ ഇറക്കിയിട്ട് കാര്യമുണ്ടോ? ഓക്കെ, നമ്മൾ ഇപ്പം കുറച്ച് കുഴപ്പമില്ല ഗൈസ്, പക്ഷേ ഒരു വാൾക്കർ നമുക്കിവിടെ ഇറക്കാം. ഒരു ടോട്ടം സ്പെല്ല് എവിടെ ഇടണം എന്ന് ഞാൻ നോക്കിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡ് ഹണ്ടേഴ്സിനെ നമുക്കിവിടെ ഇറക്കാം ഗൈസ്. ഓക്കെ, സത്യം പറഞ്ഞാൽ അറ്റാക്ക് കുറച്ച് ബാഡ് എന്ന് തന്നെ പറയാം. 2 ആർച്ചേഴ്സ്, ഒരു വാൾ ബ്രേക്കർ ഇവിടെ ഇറക്കുന്നു. അതിനനുസരിച്ച് 4 ആർച്ചേഴ്സ് ഇറക്കുന്നു. ഗ്രാൻഡ് ബിറ്റ് കൊടുത്തു. ഒരു ടോട്ടം സ്പെല്ല് ഇവിടെ. അയ്യോ 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 കേസ്, ഇതൊരു ടൈം ഫെയിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഗ്രാൻഡ് വാർഡൻ്റെ IQ നമുക്ക് നോക്കാം. ഗ്രാൻഡ് വാർഡൻ അടിച്ചു. സെറ്റ്. ഗ്രാൻഡ് വാർഡൻ അങ്ങോട്ട് പോകും. ഓ, എൻ്റെ ഗ്രാൻഡ് വാർഡൻ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഈ പ്രാവശ്യം നല്ല IQ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടി, പെട്ടെന്നടി. ലാസ്റ്റ് പ്ലീസറാ അടി, അറ്റാക്ക്. കേസ് എൻജോയ്മെൻറ്റ് കാരണം ഞാൻ കുറച്ച് ആഞ്ഞ് വിളിച്ചതാണ്. ഒരു അടിയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ അറ്റാക്ക് അടുത്തത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അറ്റാക്കിന് ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഹീറോസിൻ്റെ പെറ്റ്സ് ഒന്നും ബൂസ്റ്റ് അല്ല, എബിലിറ്റീസ് ഒന്നും ബൂസ്റ്റ് അല്ല. പക്ഷേ എയർ അറ്റാക്ക് എനിക്കുള്ളൂ, ഗ്രൗണ്ട് അറ്റാക്ക് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനനുസരിച്ചുള്ള ട്രൂപ്സ് ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് നോക്കിയും കണ്ടുപോയി നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് നല്ലത്, ഇവിടെ ഒരു എയർ സ്വൈപ്പർ ഉണ്ട്. അപ്പം നമ്മുടെ റോയൽ ചാമ്പ്യൻ ഉപയോഗിച്ച് ഇവിടെ ഇത്രയും ക്ലീനപ്പ് ചെയ്യണമായിരിക്കും നല്ലത്. റോയൽ ചാമ്പ്യൻ്റെ ഓക്കെ ഇതാണ്. നമ്മൾ റോയൽ ചാമ്പ്യൻ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു ടോട്ടൽ സ്പെല്ലല്ല, ഒരു ഇൻഡി സ്പെല്ല് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഇൻഡി ഇട്ട് നമ്മൾ ഈ ഇൻഡി കെയർഫുള്ളായിട്ട് ഇറക്കിയാൽ നമുക്ക് ഇത്രയും ബിൽഡിങ്സ് ഈസി ആയിട്ട് തന്നെ നമുക്ക് അറ്റാക്ക് ചെയ്ത് കളയാം. ഓക്കെ, അടുത്തൊരു ഇൻഡി ഇട്ടു. ഓക്കെ, സ്മൂത്താണ്. നിലവിൽ അത്രയും ബിൽഡിങ്സ് തീർന്നിട്ടുണ്ട്. സെറ്റ് സാധനം, സെറ്റ് അറ്റാക്ക്. അടുത്ത ഇൻഡി ഇട്ടു. കുറച്ച് ബാഡായിപ്പോയി. അത് ബാഡെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഗൈസ്. ഫുൾ ഡ്രാഗൺസ് നമുക്കിവിടെ ഇറക്കാം. ഗ്രാൻഡ് വാർഡൻ ഇറക്കാം. മെയിൻ ഫ്രണ്ട്സ്, അവിടെ ഒരു പോയിസൺ, 3 ലോൺസ്, പുതിയ ലോഞ്ചർ, ഡ്രാഗൺ റൈഡേഴ്സ്, ഗിഫ്റ്റ് ഡ്രാഗനെ എവിടെ ഇറക്കാം? എൻ്റെ അമ്മ, ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി നേരത്തെ തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. അത്യാവശ്യം കുറച്ച് ടാസ്ക് തന്നെയാണ് ഗൈസ് ഇത്. എന്തെന്ന് പറയണം, ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്തു. ഗിഫ്റ്റ് ഡ്രാഗനെ നമുക്ക് ടോപ്പ് സൈഡിൽ ഇറക്കുന്നു. ഒരു റേജ് അവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് ഫ്രീ ടോട്ടം ഫില്ലിടാം. വീണ്ടും ഒരു ടോട്ടം ഫില്ല്. നമുക്ക് എങ്ങനെയെങ്കിലും ആ ടൗൺ ഹാളെങ്കിലും കിട്ടണം. വെറുതെ 2 സ്റ്റാർ അത്യാവശ്യം കുറച്ച് ബാഡായി പോയി കേട്ടോ. അറ്റാക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് അക്കൗണ്ടാണ് ഗൈസ്. അപ്പോൾ ഇതിൽ അത്ര വലിയ സ്പെഷ്യൽ എബിലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും പൊട്ടുന്നതായിരിക്കുന്നത്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൺ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ഡാമേജ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു സിംഗിൾ ഇൻഫർണോ ഉണ്ട്. സോ ഡ്യൂക്ക് ഡ്രാഗനെ ഇനി വെച്ചിട്ട് കാര്യമുണ്ടോയെന്ന് അറിയത്തില്ല. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൻ്റെ സ്റ്റണ്ണിങ് എബിലിറ്റി വന്നു. സ്റ്റിൽ ഗോയിങ് ബൈ ഡ്യൂക്ക് ഡ്രാഗൺ ഗൈസ്. 2 സ്റ്റാർ ആണ് കേട്ടോ. വീണ്ടും ഞാൻ ഡ്യൂക്ക് ഡ്രാഗനെ തന്നെ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കട്ടെ. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 80 സംതിങ് കിട്ടും. സംഭവം എന്ന് പറഞ്ഞാൽ നടന്നില്ല ഗൈസ്. കുഴപ്പമില്ല. എന്തായാലും ഞാൻ 85 ആണെങ്കിലും ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഈ അക്കൗണ്ട് വെച്ച് ഒരു 85 ഒക്കെ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നല്ലത് തന്നെയാണ്. ഓക്കെ ഗൈസ്, ഞാൻ അടുത്ത അറ്റാക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേ ഞാൻ ബേസ് ഞാൻ ഇതുവരെ കാണാതെ അറ്റാക്ക് കൊടുത്തത്. ബേസ് കുറച്ച് ബാഡാണ് കേട്ടോ. ബാഡ് ബേസ് അടിച്ച് മടുത്തു ഞാൻ ബേസിക്കലി. ഓക്കെ, നമുക്ക് എന്തായാലും അറ്റാക്ക് ചെയ്താലേ പറ്റുള്ളൂ. വേറെ ഒരു ഓപ്ഷൻ തന്നെ നമ്മുടെ കയ്യിൽ തന്നെ ഇല്ല ഗൈസ്. അപ്പോൾ റോയൽ ചാമ്പ്യനെ നമ്മളിവിടെ ഇറക്കുന്നു. ഒരു ടോട്ടം സ്പെൽ ഇടുന്നു. അടുത്തൊരു ടോട്ടം സ്പെൽ ഇടുന്നു. റോയൽ ചാമ്പ്യൻ എങ്ങോട്ട് പോകുന്നു നോക്കണം. ഓക്കെ, അടുത്ത ഇന്ത്യ മാത്രമാണ്. അങ്ങോട്ട് വേണ്ടായിരുന്നു ബേസിക്കലി. റോയൽ ചാമ്പ്യൻ കുറച്ച് ബാഡായിട്ടോ. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും സൂപ്പർ ഡ്രാഗൺസിനെയാണ് അറ്റാക്ക് ചെയ്യണം. സോ ഞാൻ സൂപ്പർ ഡ്രാഗൺസ് ഇപ്പോൾ എൻവി ഇട്ടു. ഓക്കെ, ഫ്രീസ് ഷിറ്റ്. അടുത്ത എൻവി. ഓക്കെ, മോണോലിത്ത് പോണത് അത്യാവശ്യം നല്ല ഒരു കാര്യം തന്നെയാണ്. അടുത്ത എൻവി ഇട്ടു.
ഞാൻ ഉദ്ദേശിച്ച ബിൽഡിങ് പോയില്ല, റിവെഞ്ച് ടവർ, ബാക്കിയെല്ലാം പോയിട്ടുണ്ട്. സോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ ഡ്രാഗൺസ് എല്ലാം നമ്മൾ നിരത്തി പിടിച്ച് ഇവിടെ ഇറക്കുന്നു. ഇവിടെ ഒരു ഡ്രാഗൺ ഇറക്കുന്ന മുമ്പേ തീർന്നു. ഗ്രാൻഡ് വാർഡൻ, മിനിയൻ പ്രിൻസ്, പുതിയ ലോഞ്ചർ, ഡ്രാഗൺ റൈഡേഴ്സ് എല്ലാവരും ഇറക്കിയിട്ടുണ്ട്. പുതിയ ലോഞ്ചർ വേറെ സൈഡിൽ കൂടെയാണല്ലോ പോണേ. അതെന്താ അങ്ങനെ പോണേ? കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ രീതിയിലായിട്ടൊന്ന് അറ്റാക്ക് ചെയ്ത് പോവാം. നമുക്കൊരു സേഫ് സ്പോട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി, മിനിയൻ പ്രിൻസിൻ്റെ എബിലിറ്റി. ഓക്കെ, മിനിയൻ പ്രിൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാമേജ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഡ്യൂക്ക് ഡ്രാഗനെ നമ്മൾ ടോപ്പ് സൈഡിൽ ഇറക്കാം. ഓക്കെ, അത്യാവശ്യം അവിടെ ഒരു പോയിസൺ ഇടുന്നുണ്ട്. ആ ഏരിയ വേണമെങ്കിൽ നമുക്കൊന്ന് ഫ്രീസ് ചെയ്ത് കളയാം. ഓക്കെ, സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള നമ്മുടെ കാര്യങ്ങളൊന്നും ഇല്ലടാ. മറ്റേ നല്ലൊരു പെറ്റില്ല, ആ ഡിഫൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന പെറ്റ് നമ്മുടെ കയ്യിലില്ല, അതാ പ്രശ്നം. ഡ്യൂക്ക് ഡ്രാഗൻ്റെ സ്റ്റണ്ണിങ് എബിലിറ്റി കൊടുത്തു. ഈ മൾട്ടിപ്പിൾ ആർച്ചർ ടവറാണ് നമുക്ക് കുറച്ച് പണി തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബേബി ഡ്രാഗൺ ടോപ്പ് സൈഡിൽ ഇറക്കി. ഓക്കെ, നമുക്ക് ഒരു ബേബി ഡ്രാഗനും കൂടെ ഉണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. അറ്റാക്ക് ഡിവീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്ത് ഇറക്കുന്നുണ്ട്. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൺ തന്നെ ഞാൻ എബിലിറ്റി കൊടുക്കാനാണ് പ്ലാൻ. സോ ഓക്കെ, വേണമെന്ന് വിചാരിച്ച് നമുക്ക് ഇപ്പോൾ മിനിയൻ പ്രിൻസിനെ കൊടുക്കാം. ഓക്കെ, വേണ്ട, വെറുതെ ഷോ കാണിക്കണ്ട. കേസ് ഞാൻ കഴിഞ്ഞ അറ്റാക്കിൽ കുറേ ഷോ കാണിച്ച് വെറുതെ പോയി, എൻ്റെ അറ്റാക്കെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗൺ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും നല്ലൊരു ഡ്യൂക്ക് ഡ്രാഗൺ മിനിമം പ്രിൻസിനെ എടുക്കാം. സിമ്പിൾ ഗൈസ്, 3 സ്റ്റാർ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ബേസ് ഇതാണ്, മാക്സ് ബേസ് ആണ്. പക്ഷേ നമ്മളൊരു പ്രശ്നമുണ്ട്, നമ്മുടെ ഹീറോസ് ഒന്നും മാക്സ് അല്ല. അപ്പോൾ ഹീറോസിന് ഉപയോഗിച്ചാണ് നമ്മൾ ഏകദേശം നമ്മുടെ പകുതി കൂടുതൽ ബേസ് നമ്മൾ ക്ലിയർ ചെയ്ത് വരണം. ഹീറോസ് മാക്സ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പെട്ടുപോകും. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, നമുക്ക് അറ്റാക്ക് ചെയ്യാം. റിവെഞ്ച് ടവർ എവിടെയാണ്? ഓക്കെ, എന്തുകൊണ്ടും അറ്റാക്ക് നല്ലത് ഇവിടെ. യെസ്, ഗ്രാൻഡ് വാർഡൻ ഇറക്കി, ഹീറോസ് ഇറക്കി, 2 ഫർണസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഗ്രാൻഡ് വാർഡനെ കുറച്ച് അകത്തോട്ട് കയറണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം ഗൈസ്. ഇൻഫർമോവിന് ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് വാർഡൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ, ആ ബോംബുണ്ട്, ജിഗ ബോംബ്. അത് കുറച്ച് ബാഡാണോ എന്ന് ചോദിച്ചാൽ ബാഡ് തന്നെയാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു വാൾ ബ്രേക്കർ കൊടുത്ത് ഇറക്കിയിട്ടു. എന്താ പറയുക, നമ്മുടെ ക്വീനും റോയൽ ചാമ്പ്യനും നമ്മൾ അങ്ങോട്ടിട്ട് ഒരു വാക്ക് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഗ്രാൻഡ് വാർഡൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വലിയ സീനൊന്നും കാണുന്നില്ല അവിടെ. ആ റോഷറ്റ് കാനോണിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് തുടങ്ങുന്നത് നമ്മൾ ലോക്ക് ലോഞ്ചർ. അയ്യോ ടോട്ടം സ്പെൽ. യെസ്, ലോക്ക് ലോഞ്ചർ. വീണ്ടും നമ്മളൊരു ടോട്ടം സ്പെല്ല്. അവിടെ തന്നെ സ്കെൽറ്റൻസ് നമ്മൾ ഇറക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഫുൾ ത്രോവേഴ്സ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. എല്ലാ ലൂൺസ് ഇറക്കി, ക്വീൻ ഇവിടെ ഇറക്കി, ക്വീൻ്റെ വിളിച്ച് കൊടുത്തു. ഒരു ഹെഡ് ഹണ്ടർ ഇറക്കി കൊടുത്തു, റോയൽ ചാമ്പ്യൻ ഇറക്കി. ഏതെങ്കിലും പാർട്ട് നമുക്ക് റൂട്ടപ്പ് ചെയ്യാം. ഇത് ഇത്രയും നമുക്കൊന്ന് റൂട്ടപ്പ് ചെയ്യാം. ഇവിടെ ഒരു ടോട്ടൽ സ്പെൽ ഇടാം, ഒരു വാൾ ബ്രേക്കർ അവിടെ പൊട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗനെ നമുക്ക് ഇവിടെ ഇറക്കാം. വീണ്ടും നടുക്കൊരു ടോട്ടൽ സ്പെൽ ഇടാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടൽ സ്പെല്ലിട്ട് കളിച്ചുകൊണ്ടിരിക്കണം നമ്മളിപ്പോൾ. അടുത്തൊരു ടോട്ടൽ സ്പെല്ല്, ഡ്യൂക്ക് ഡ്രാഗൻ സപ്പോർട്ടിന് വേണ്ടി വേറൊരു ടോട്ടൽ സ്പെല്ല്. എല്ലാ ടോട്ടൽ സ്പെല്ലും നമ്മൾ നിരത്തി പിടിച്ച് ഇറക്കി കൊടുക്കുന്നുണ്ട് ഗൈസ്. എവിടേക്കാണ് പ്രശ്നങ്ങൾ വരണമെന്ന് നമ്മൾ കണ്ടന്നെ അറിയേണ്ടിയിരിക്കുന്നു. അടുത്തൊരു ടോട്ടൽ സ്പെല്ല്, അവിടെ അത്ര ഒന്ന് ഫ്രീസ് ചെയ്യാം. അടുത്തൊരു ടോട്ടൽ സ്പെല്ല് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. വീണ്ടും ആ ഏരിയ ഒന്ന് ഫ്രീസ് ചെയ്യുന്നു. 2 വോൾ കയറി മുകളിൽ ഇറക്കി. ഓക്കെ, വീണ്ടും നടുക്കൊരു ടോട്ടൽ സ്പെല്ല് ഇട്ടിട്ടുണ്ട് ഗൈസ്. അറ്റാക്ക് ബേസിക്കലി അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ കുഴപ്പമില്ല. ഡ്യൂക്ക് ഡ്രാഗൻ ഇപ്പോൾ ചാവോ? ഡ്യൂക്ക് ഡ്രാഗൻ ചത്തില്ല, ബിക്കോസ് അവിടെ ഫുള്ളും അണ്ടർവേൾഡ് നമ്മുടെ കാര്യങ്ങളൊക്കെയാണ്. ഓ നൈസ് ഗൈസ്, നമ്മൾ ഹീറോസ് പോർഷൻ ഇടാതെ തന്നെ നമുക്ക് നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ബാക്സ് ബേസിലാണ് നമ്മൾ കയറി അറ്റാക്ക് ചെയ്തത്. സോ ഒന്നും പറയണ്ട, നല്ലൊരു ഗൈസ്. ഇത് പുതിയ ഈ ഒരു ഡെക്കറേഷൻ അതെന്ത് സാധനമാണോ നിങ്ങൾക്കറിയാവുക? അറിയെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതെന്ത് സാധനമാണ് ഈ എർത്ത് സാധനം? എൻ്റെ ഇതിൽ എന്താണ് എന്നത്? ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അറ്റാക്ക് നമ്മുടെ ട്രൂപ്സ് എല്ലാം ഭയങ്കര ലോ ലെവലാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഒരു പോർഷനും എടുത്ത് കൊടുക്കുന്നില്ല. പക്ഷേ നമ്മൾ 15 ആണ്, അതുകൊണ്ട് നമ്മൾ ആ ഒരു കോൺഫിഡൻസി അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ഗ്രാൻഡ് വാർഡൻ ഇവിടെ ഇറക്കി, ഫുൾ ഹീലേഴ്സ് ഇറക്കി, 2 ഫർണസ് ഇവിടെയും ഉണ്ട്. ഓക്കെ,
2 ഫർണസ് നമ്മൾ നല്ലപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേറെ പ്രത്യേകിച്ച് നമുക്ക് ടെൻഷനൊന്നുമില്ല. ഗ്രാൻഡ് വാർഡൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈഗിൾ ആർട്ടറിയുടെ അടുത്ത് എത്തിക്കണം നമുക്കത്. പക്ഷേ എത്തുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഫുൾ സിംഗിൾ ഇൻഫർണോസാണ്. മുകളിലാണ് നമ്മുടെ ക്ലാൻ കാസ്റ്റിൽ CC വരുന്നത്. അപ്പോൾ അതും കുറച്ച് ബാഡാണ്. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. റോയൽ നമ്മുടെ ലോക്ക് ലോഞ്ചറിനെ ഇറക്കി, ക്വീൻ ക്വീൻ്റെ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. ഫുൾ പ്രോവസാണ് ഇറക്കി. പ്രോവസൊക്കെ ലെവൽ 2 ആണ്. ഫുൾ ലോൺസ് ഒരു ടോട്ടാസ് നമുക്ക് ഇറക്കണം. റോയൽ ചെമ്മ ഇറക്കി ഒരു പാട്ട് നമുക്ക് റൂട്ട് ചെയ്യണം. അതത്രയും നമുക്കൊന്ന് റൂട്ട് ചെയ്യാൻ കഴിയും. വീണ്ടും ഒരു ടോട്ടാസിൽ നടുക്കിടുന്നു. ഡ്യൂക്ക് ഡ്രാഗൺ ഇപ്പുറത്ത് ഇറക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഡ്യൂക്ക് ഡ്രാഗനും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചൊക്കെ ഇടയാണ്. അവിടെ ഒരു ഡ്യൂക്ക് ഡ്രാഗൻ. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, വലിയ സീനൊന്നുമില്ല. അടുത്തൊരു ടോട്ടം. ഓക്കെ സ്കെൽറ്റൻസ് നടുക്ക്. വീണ്ടും നടുക്കൊരു ടോട്ടം. ഓക്കെ, 2 വോൾക്കർ നമുക്കിവിടെ ഇറക്കാം. ഒരു ബോംബ് ഇറക്കാം. ഇനി വേണമെങ്കിൽ ഫ്രീസ് ഇടാം. അപ്പുറത്തൊരു പോയിസൺ ഇടാം. ഫുൾ ആർച്ചസ് ഇവിടെ ഇറക്കാം. 3 ടോട്ടം സ്പെല്ല് നേരത്തെ തിരിച്ചിറക്കിയിട്ടുണ്ട്. ഒരു 2 മിനിയനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറക്കാം. ഒന്ന് നടുക്കൊന്ന് ഫ്രീസ് ചെയ്യാം. 8 ഹണ്ടേഴ്സ്, 1 മിനിയൻ. ഓക്കെ, നമ്മുടെ ട്രൂപ്സ് എല്ലാം നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റി വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, സിമ്പിൾ ഗൈസ്, സിമ്പിൾ അറ്റാക്ക്. നമുക്ക് ഈ ലെവൽ 1 കൊണ്ട് തന്നെ ടൗൺ ഹോൾ 50 നമുക്ക് കയറി ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ബിൽഡിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ലാസ്റ്റ് പെർഫെക്റ്റ് റീച്ചർ. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡ്രാഗൺസ് അറ്റാക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റോയൽ ചാമ്പ്യനെ നമുക്ക് ഇവിടെ ഇറക്കാം. ഇൻവി കയറാം. ഓക്കെ, കൊള്ളാം. അടുത്ത ഇൻവി കയറുന്നുണ്ട്. സീനൊന്നും ഇല്ലാത്ത രീതിയിലാണ് കയറുന്നത്. അടുത്ത ഇൻവി ഇട്ട് കൊടുത്തു. റോയൽ ചാമ്പ്യൻ അകത്തോട്ട് കയറി. അടുത്തൊരു ഇൻവി അകത്തോട്ട് കയറാം. ഗുഡ് ബോയ്. അതാരെ അറ്റാക്ക് ചെയ്യണം? അടുത്ത ഇൻവി. ഈഗിൾ ആർട്ടിലറിയാണ് നമ്മുടെ ഏറ്റവും പ്രശ്നമുള്ള ബിൽഡിങ്സ്. അപ്പോൾ അതിനെ തന്നെ നമുക്ക് തട്ടിക്കളഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അടുത്ത ഇൻവി ഇട്ടു. ഷിഫ്റ്റ്. അയ്യോ, സിംഗിൾ ഇൻഫർണം കൂടെ പോയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ആശ്വാസം കിട്ടിയാണ്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. നമുക്ക് ഒന്ന് ഡ്രാഗൺ, ഇവിടെ ഒരു ഡ്രാഗൺ, ബാക്കി ഫുൾ ഡ്രാഗൺസ് ഇറക്കി. ഗ്രാൻഡ് വാർഡൻ, 2 ലൂൺസ്, മിനിയൻ പ്രിൻസ്, ഫുൾ ഡ്രാഗൺ റൈഡേഴ്സ് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു ബേബി ഡ്രാഗൺ നമുക്ക് ഇവിടെ നിന്ന് ഇറക്കി കൊടുക്കാം. ബാറ്റിൽ ബ്ലൂം അടിച്ച് കൊടുത്തു. ഓക്കെ, ഡ്യൂക്ക് ഡ്രാഗൺ ഇപ്പുറത്തിറക്കി. ഒന്ന് ഫ്രീസ് ചെയ്യാൻ ആ ഏരിയ. ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി കൊടുത്ത് ആ ഏരിയ ഒന്ന് റേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അറ്റാക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത്നെസ് ആയിട്ട് തന്നെ അറ്റാക്ക് പോകുന്നുണ്ട്. സിംഗിൾ ഇൻഫർണോസ് എല്ലാം സെറ്റായി. അവിടെ ഒരു പോയിസൺ ഇടുന്നു. ഒരു ബേബി ഡ്രാഗൺ നമുക്ക് അടുത്ത് ഇവിടെ ഇറക്കി കൊടുക്കാം. ഡ്യൂക്ക് ഡ്രാഗൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. റോയൽ ചാമ്പ്യനാണെങ്കിൽ ഇപ്പോൾ റിക്കവർ ചെയ്യണം. ബിക്കോസ് വേറെ ട്രൂപ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏകദേശം നമ്മുടെ ബിൽഡിങ്സിലുള്ള എല്ലാം തീർന്നിട്ടുണ്ട് കേസ്. അപ്പോൾ വേറെ ഈ ടെൻഷൻ ഫ്രീ ആണ്. ഓ നൈസ്, കൊള്ളാം. ഇനി നമുക്ക് എന്തായാലും ഡിഫെൻസീവായിട്ട് ഒരു ബിൽഡിങ്സ് ഇല്ല. അപ്പോൾ നമുക്ക് ഈസി 3CR തന്നെയാണ്. ഒരു പോർഷനും ഇല്ലാതെയൊക്കെ ഈ ടൗൺ ഹോൾ 15 താഴെ എല്ലാം നമുക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റും കേസ്. അപ്പോൾ ഇന്നത്തെ അറ്റാക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ ഫുൾ അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 അറ്റാക്കും കൂടെ ഉണ്ട്. അപ്പോൾ 3 അറ്റാക്കും കൂടെ ചെയ്താൽ നമുക്കൊരു ലക്കുണ്ടെങ്കിൽ നമുക്കൊരു 40 സ്റ്റാർസൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഗൈസ്. അത് ഇവന്മാരുടെ അറ്റാക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ 33 എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ജയിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. ബൈ ഗൈസ്.